ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പേസി ടോക്സ്. അപ്പോൾ ഇന്നും നാളെയും നമുക്ക് നമ്മുടെ ടൈം ടേബിൾ ഇപ്പോൾ ഈ ഒരാഴ്ചത്തെ ടൈം ടേബിൾ ഇട്ടത് റിവിഷൻ്റെ ദിവസമാണ് കേട്ടോ. സാറ്റർഡേയും സൺഡേയും നമുക്ക് റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കാനുള്ളതാണ്. അതായത് ഓരോരുത്തർ പറഞ്ഞു പഠിച്ച് കഴിയണില്ല, ടൈം ടേബിൾ എത്തണില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ബിഗിനേഴ്സിനൊന്നും നമ്മുടെ ഈ ടൈം ടേബിൾ അത്ര പഠിച്ചെത്താനുള്ളവർ അവർക്കൊരു ടൈം വേണമല്ലോ. അപ്പോൾ പഠിച്ച് തീരാത്തവരാണെങ്കിൽ ഇന്നും കൂടെ പഠിച്ചിട്ട് അത് റിവിഷൻ ചെയ്യാൻ നോക്കുക. അല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ശനിയാഴ്ച ഞായറാഴ്ച നമുക്ക് റിവിഷൻ ഡേ ആണെന്ന് അറിയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും നമ്മൾ ഈ ഒരാഴ്ച പഠിച്ചത് മുഴുവൻ റിവിഷൻ ചെയ്തിട്ട് പിന്നെ വേറെ ഡേ എന്ന് തുടങ്ങിയിട്ട് ടൈം ടേബിൾ ഇട്ട് തുടങ്ങിയിട്ട് അത് പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു തിങ്കളാഴ്ച തൊട്ട് ഇന്നലെ വരെയുള്ള ടൈം ടേബിൾ ഇന്നും നാളെയും റിവിഷൻ ആക്കാം കേട്ടോ. ഞാൻ തലേ ദിവസം രാത്രി എടുക്കണോണ്ടാണ് ഇന്നും നാളെ അങ്ങോട്ട് മാറിപ്പോണത്. ഓക്കെ, അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച അതായത് ഇന്നും നാളെയും നമുക്ക് റിവിഷൻ ഡേ ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്യുക. പിന്നെ ടൈം ടേബിൾ ഇട്ടിട്ടില്ല എന്ന് ആരും പറയരുത്. എൻ്റെ കഴിഞ്ഞ ആഴ്ച ആരോ ചേച്ചി ഏഴാം ദിവസത്തെ ടൈം ടേബിൾ ഇട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് 7ാം ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് ഞാനത് റിവിഷൻ ആക്കിയതുകൊണ്ടാണ് പിന്നെ തിങ്കളാഴ്ച തൊട്ടിട്ട് 7ാം ദിവസം ആക്കിയത്. ഓക്കെ, പിന്നെ എന്താ പറയുക, നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഞാൻ പറയണ്ടായിരുന്നു ചാനലിൽ ജോയിൻ ചെയ്യാനവർക്ക് ഞാൻ ടെലിഗ്രാം വഴി PDF-ഉം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായി കൊടുക്കുക കേട്ടോ. ചാനലിൽ ജോയിൻ ചെയ്തെന്നാൽ ഒരു 59 റുപ്പീസേ ഉള്ളൂ. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ അയച്ചു തരും. അപ്പോൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന PDF മെറ്റീരിയൽസൊക്കെ കിട്ടുന്നതായിരിക്കും. ഇടയ്ക്ക് ഓരോ എക്സാംസിൻ്റെ സീരീസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് താല്പര്യമുള്ളവരാണെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങളെ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് റിവിഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ ദിവസവും നമ്മൾ മലയാളം ആണെച്ചാലും ഇംഗ്ലീഷ് ആണെച്ചാലും മാത്സ് ആണെച്ചാലും നമ്മൾ ഓരോ ദിവസം അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മാത്സിലാണെങ്കിൽ ഒരു ചോദ്യം ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടോ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ടോ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ കിട്ടണം. എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടണം. അപ്പോൾ അതിൻ്റെ രീതിയിൽ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ച് റിവിഷൻ ചെയ്യണം. മാത്സൊക്കെ അങ്ങനെ റിവിഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് മലയാളം ആണെങ്കിൽ ഇതേപോലെ PYQൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് ചെയ്ത് നോക്കാൻ കിട്ടുന്നുണ്ടോ നോക്കുക. മലയാളം തിരിച്ചെഴുതൽ ചേർത്ത് എഴുതലൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. വർക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ എക്കണോമിക്സിലും ഇപ്പം നമ്മൾ പ്ലാനിങ് കമ്മീഷനൊക്കെ പഠിച്ചു. ഇന്നലെ ടൈം ടേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എങ്ങനെയൊക്കെ PSC ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻസും പഠിക്കുക. എങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അതുപോലെ റിവിഷൻ ചെയ്യുക കേട്ടോ. നമുക്ക് റിവിഷൻ ചെയ്താലാണ് അത് ഓർമ്മ നിൽക്കുള്ളൂ. ഒന്നല്ലെങ്കിൽ ഡെയിലി റിവിഷൻ ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ റിവിഷൻ ചെയ്യുക, അല്ലെങ്കിൽ മാസത്തിൽ. ഈ 3 റിവിഷൻ നമുക്ക് മസ്റ്റാണ്. ഡെയിലി സമയം കിട്ടാത്തവരാണെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ റിവിഷൻ ചെയ്യുക. നമ്മളിപ്പോൾ ടൈം ടേബിൾ ഇട്ടിട്ട് പോകുന്നതുകൊണ്ടാണ് ഈ ശനി ഞായർ മാത്രം റിവിഷൻ ഡേ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലവർ രാവിലെ എണീക്കുന്നുണ്ടാവും. ഇപ്പോൾ 5 hours കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റണ കുറേ പേരുണ്ട്. അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. 5 hours അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ബ്രേക്ക് എടുത്ത് പഠിക്കുക. ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഒരു ടോപ്പിക്ക് മേലെ പഠിക്കാണ്ടിരിക്കുക. ഇപ്പോൾ ഹിസ്റ്ററി ആണെച്ചാൽ ഒരു 3/4 മണിക്കൂറൊക്കെ ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക്, 5 മിനിറ്റോ 10 മിനിറ്റോ ബ്രേക്ക് എടുത്തിട്ട് വേറൊരു ടോപ്പിക്ക് എടുക്കുക. 3/4 മണിക്കൂർ 45 മിനിറ്റിന് മേലെ ഒരു ടോപ്പിക്ക് അങ്ങോട്ട് 45 മേലെ പോവരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് മടുക്കും ഒരു ടോപ്പിക്ക് ഇത്ര ഇതിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അറിയാത്ത അത്രയും ടോപ്പിക്സ് ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ് ഒരു ടോപ്പിക്ക് പഠിച്ചാൽ വേറൊരു ടോപ്പിക്ക് എടുത്തതിന് ശേഷം ആദ്യം പഠിച്ച ടോപ്പിക്ക് അതിന് ശേഷം പഠിക്കുക, മൂന്നാമതായി പഠിക്കുക. ആദ്യം പഠിച്ച ടോപ്പിക്ക് തന്നെ മൂന്നാമതായി പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ നമുക്ക് യൂസ്ഫുള്ളായിരിക്കും.
പിന്നെ കൺസിസ്റ്റൻസി മസ്റ്റായിട്ട് നമുക്ക് PSCയിൽ വേണ്ട ഒരു കാര്യമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം പോകും. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് എനിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാണ്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ആദ്യം മുതൽ ഒരു പ്ലാനിങ് ഒക്കെ ചെയ്ത് കുറച്ച് മോട്ടിവേഷനൊക്കെ ആയി അങ്ങനെയൊക്കെ വേണം പിന്നെ പഠിക്കുകയിരിക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ തോന്നത്തേ ഇല്ല. അങ്ങനെ വേറെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും എല്ലാ ദിവസവും എല്ലാം കഴിഞ്ഞ് പണി എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ പറ്റണമെന്നില്ല. സമയം കിട്ടാത്തവരുണ്ടാവും, കുറേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ സമയം നമ്മളായിട്ട് കണ്ടെത്തിയിട്ട് പഠിക്കുക. പിന്നെ എല്ലാ മണിക്കൂറും നമ്മൾ ഓരോ ഇപ്പോൾ 24 മണിക്കൂറുണ്ട്, അതിലൊരു 6-7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണമല്ലോ. 6 മണിക്കൂറൊക്കെ ഉറങ്ങിയാലും അത്യാവശ്യം നമുക്ക് ഇതൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ 6-7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങിയാലും കുഴപ്പമില്ല. ബാക്കിയുള്ള മണിക്കൂർ നമ്മൾ ഇതിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അത് അത്രയും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് VFAയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഈ ASMൻ്റെ സിലബസ് ആയിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക മാക്സിമം. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം തന്നെ പഠിച്ചാൽ നമുക്ക് ആ ഒരു സമയത്തേക്ക് ബൾക്കായിട്ടുള്ളത് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഓരോ ടോപ്പിക്ക് ഇനിയിപ്പോൾ ഞാൻ ഇട്ട് തരുന്ന ടൈം ടേബിൾ നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ദിവസം എടുത്തിട്ട് പഠിച്ചാലും കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്. ഓക്കെ, ASM ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് തോന്നുന്നത് എനിക്ക് എക്സാമൊക്കെ വരുന്നത് തോന്നുന്നുണ്ട്. ആ ഒരു എക്സാം ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ ഒരു സമയത്താണ് എക്സാം ഡേറ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ടോപ്പിക്കും 3 ദിവസമാണെങ്കിൽ 3 ദിവസം എടുത്തിട്ട് അത്രയും പഠിക്കാൻ പറ്റാത്തതാണെങ്കിൽ അത്രയും പഠിക്കുക. പിന്നെ ഓരോ ദിവസം ടൈം ടേബിൾ ഇട്ടിട്ട് പഠിച്ചു പോകുമ്പോൾ നമ്മളത് തീരും. ഓക്കെ, പിന്നെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതാവുമ്പോൾ ഓരോന്ന് മാർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കും കഴിഞ്ഞത് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ബൾക്കായിട്ടുള്ളത് കുറഞ്ഞു കിട്ടും. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഉണ്ടാകും. അത് ഞാൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത മെമ്പേഴ്സിന് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇനി PSC ബുള്ളറ്റിനാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ചാനൽ മൊത്തമായിട്ട് അടിച്ചു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ ഈ മെമ്പേഴ്സിന് ചാനൽ ജോയിൻ ചെയ്തവർക്ക് മാത്രം ഇട്ട് കൊടുത്തൊരു മെറ്റീരിയലാണ്. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യനും ആൻസറും ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ, അതായത് PSC മുൻ ചോദ്യങ്ങളിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, ആ ഒരു ഇതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ലൈന്, അതുപോലെ കേരളത്തിലെ ആദ്യ വനിതാ IPS, കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് ഇതിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ കടലിടുക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വേണ്ടവരാണെങ്കിൽ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടെലിഗ്രാം ചാനലുണ്ടാവും. ഞാൻ അപ്ഡേറ്റ് ആയിട്ട് ഇത് ഇട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താ പറയുക, നമ്മൾ ഈ ടൈം ടേബിൾ ഇട്ടതനുസരിച്ച്, അല്ല നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പഠിത്തം ബ്രേക്ക് ആക്കരുത്. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ പഠിക്കാനുള്ളൊരു മൂഡ് വരില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് എക്സാം അടുത്ത് വരികയാണ്, സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളെല്ലാം പഠിക്കുക. പിന്നെ നമുക്ക് ആഴ്ചയിൽ വരുന്ന തൊഴിൽ വാർത്ത, തൊഴിൽ രീതി, ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുക. അതിൽ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് അത് യൂസ്ഫുൾ ആവും. ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ ഒരു പരിചയം വന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് നമ്മളെത്തും. PYക്ക് നന്നായി നോക്കുക. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലൊക്കെ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ചെയ്ത് നോക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ അതായത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാതെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യില്ലല്ലോ, എല്ലാ ആഴ്ച കിട്ടണതും നമ്മൾ ചെയ്യില്ല. ഞാനൊന്നും അങ്ങനെ എല്ലാ ആഴ്ചയും ചെയ്യാറില്ല, ഇടയ്ക്കേ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് ചെയ്യാത്തതുണ്ടെങ്കിൽ മുന്നത്തെ ആണെങ്കിലും, ഇനിയിപ്പോൾ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട, മുന്നത്തെ ആണെങ്കിലും അത് ചെയ്ത് നോക്കുക. അതിൽ തന്നെ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ നന്ന മനസ്സിലാവും. നോക്കുമ്പോൾ നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉപകാരപ്പെടും നമുക്ക്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചൊക്കെ എല്ലാവരും പഠിക്കുക, ടൈം കണ്ടെത്താൻ നോക്കുക. പിന്നെ നമ്മളെ PSC നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ഓപ്ഷൻസിലൊക്കെ എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നോക്കുക. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഡെയിലി നോക്കുക. നമുക്ക് കുറേ സോഴ്സ് ഉണ്ടല്ലോ, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ഫോണുണ്ട്, അതിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എന്തൊക്കെ ഉണ്ട്, ടെലിഗ്രാം ചാനൽ, യൂട്യൂബ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇതിന്നൊക്കെ PSCൻ്റെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നോ അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് എഴുതി പഠിച്ച് പോവുക. വായിച്ച് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, എഴുതി പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്താ പറയുക, ഒരു
5 ഹവേഴ്സെങ്കിലും ഡെയിലി പഠിക്കാൻ നോക്കുക. ഫസ്റ്റ് ഒരു പ്ലാനിങ്ങോട് കൂടി പഠിക്കാൻ നോക്കുക. പ്ലാനിങ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിത്തം നടക്കില്ല. നമ്മൾ ഇന്ന് രാവിലെ എണീച്ച്, ചിലപ്പോൾ രാവിലെ നേരത്തെ എണീച്ച് പഠിക്കണവരായിരിക്കും, അല്ലെങ്കിൽ രാത്രി വൈകി പഠിക്കണവരായിരിക്കും. അവരൊക്കെ എന്താ ചെയ്യുക, ഒരു പ്ലാനിങ്ങോട് കൂടി പഠിക്കുക. ഇന്ന് എത്ര ടോപ്പിക്ക് തീർക്കണം എന്നുള്ളൊരു രീതിക്ക് വേണം അവിടെ രാവിലെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും പഠിച്ച് തുടങ്ങാത്തവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് ടൈം ടേബിളൊക്കെ സെറ്റാക്കിയിട്ട് പഠിക്കാൻ നോക്കുക. നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഭാരം ആ ഒരു എക്സാം ടൈമിൽ കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ നന്നായി പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് 1 മാസത്തോളം നമുക്ക് റിവിഷൻ ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, ടൈം ടേബിൾ ഇട്ടിട്ട് പോണതും. ഓക്കെ, അപ്പോൾ ഞാൻ മാക്സിമം പറ്റണ അത്ര ടൈം ടേബിൾ ഇട്ടിട്ട് പോകുന്നതായിരിക്കും. ടൈം ടേബിൾ അന്നത്തെ ദിവസം കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കാണാം. വീഡിയോ ആയിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നോക്കുക കേട്ടോ. ഓക്കെ, അതിലെന്തായാലും ഇട്ടിട്ടുണ്ടാകും. രാവിലെ ഒന്നല്ലെങ്കിൽ തലേ ദിവസം ഇടും, അല്ലെങ്കിൽ രാവിലെ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, രാത്രി ഇടാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ രാവിലെ എണീച്ച് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. കുറേ പേര് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, പഠിക്കാൻ പറ്റുന്നവർ അതനുസരിച്ച് പഠിക്കുക. ഡെയിലി ഒരു 5 ഹവേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഇരുന്ന് പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് പഠിക്കാം. ചിലപ്പോൾ ഒരേ സ്ഥലത്ത് ഇരുന്ന് പഠിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ മാറി ഇരുന്നിട്ടൊക്കെ പഠിക്കുക. നമ്മൾ എപ്പോഴും ഒരു സ്റ്റഡി ടേബിളിൽ തന്നെ ഇരുന്ന് പഠിക്കാണ്ട് സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ടെറസിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പോയി പഠിക്കുക. പഠിച്ച് നമ്മുടെ ആ ഒരു ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുന്ന രീതിക്ക് നമ്മൾ നന്നായി പഠിക്കുക. എല്ലാവരും നന്നായി പഠിക്കുക. പഠിച്ച് മുന്നോട്ട് പോയിട്ട് നമുക്കൊരു ജോലി വേണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എല്ലാവരും പഠിക്കുക. എന്നായാലും നമുക്കൊരു ജോലി എന്തായാലും ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി ഇരുന്ന് പഠിക്കുക. ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്ത് ഒരു പ്ലാനിങ്ങോട് കൂടി പഠിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്